തഹവൂർ റാണ, ഡേവിഡ് കോൾമൻ ഹാഡ്ലി, ഈ പേരുകളൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നേക്കുന്നത് മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട്. ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ഒരു ആസൂത്രണം അല്ലെ ഒരു കോർഡിനേഷൻ നിർവഹിച്ചത് ഒരു ഇന്ത്യക്കാരനാണെന്ന് കേൾക്കുന്നു. അതേക്കുറിച്ച് എന്താണെന്ന് പറയാം? ഇവർക്ക് ഈ സ്ഥലം അത്ര കൃത്യമായിട്ട് അറിയൊന്നുമില്ലല്ലോ. പക്ഷേ തഹൂർ റാണയാണ് ഈ ട്രാവൽ ഏജൻസി എന്നുള്ള മട്ടില് നടത്തി ഹെഡ്ലിക്ക് ഒക്കെ നിരീക്ഷണത്തിനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പൊ ജയിലിൽ ഒരാൾ കിടക്കുന്നുണ്ട് മുംബൈയിൽ, ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ, മഹാരാഷ്ട്രയിലെ ഔറംഗബാദുകാരനാണ്. സബിയുദ്ദീൻ അൻസാരി എന്നാണ് അയാളുടെ പേര്. അയാളാണ് ഈ മുംബൈ ആസൂത്രണത്തിന് വേണ്ടി ഈ ആളുകളെ മുഴുവൻ ഏകോപിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി പാകിസ്ഥാനിൽ നിന്നുള്ള സ്ഫോടകങ്ങളുണ്ടല്ലോ, സ്ഫോടകങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതും അയാളാണ്. പക്ഷെ കൊണ്ടുവന്ന സമയത്താണ് ഇയാൾ പിടിയിലാകുന്നതും പിന്നീട് രക്ഷപ്പെട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നു. പാകിസ്ഥാനിൽ നിന്ന് അയാളുടെ മുതലാളിമാർ അവിടെയാണല്ലോ, അവിടെ നിന്ന് ഈ ലഷ്കറിൻ്റെ ആളുകൾ വ്യാജ പാസ്പോർട്ട് കൊടുക്കുന്നു. ഇയാൾ സൗദിയിലേക്ക് പോകുന്നു. സൗദിയിൽ ആ വ്യാജ പാസ്പോർട്ടിൽ വേറെ പേരാണല്ലോ, സൗദിയിൽ താമസിക്കുന്നത് വേറൊരാളായിട്ടാണ്, ഈ സബിയുദ്ദീൻ അൻസാരി എന്നുള്ള പേരിലല്ല. പക്ഷെ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ അയാളെ അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ സൗദിയോട് ചോദിച്ചു ഇയാളെ വിട്ട് കിട്ടണമെന്ന്. അപ്പോൾ തെളിവ് ചോദിച്ചു. ന്യായമാണല്ലോ, സൗദി ഇയാളാണെന്ന് അറിയണമെന്ന്. അപ്പോൾ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് ഔറംഗബാദിലെ എന്നൊക്കെ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ DNA സാമ്പിൾ വേണം അല്ലേ? അപ്പോൾ അതിന് രക്തം വേണം. അതിനുള്ള ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ അത് നമുക്ക് പറയാം. ഇയാൾ ഈ വിചാരണ നേരിടാതെ 6 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ തഹവൂർ റാണെ വിചാരണ ചെയ്ത് ശിക്ഷയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഇയാളുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കും. അതാണ് സംഭവം. ഇയാള് സബിയുദ്ദീൻ അൻസാരിയെ സൗദി അറേബ്യ നമുക്ക് വിട്ടു തന്നത് 2012-ലാണ്. സംഭവം നടക്കുന്നത് 2008-ലാണല്ലോ, 26/11 എന്നാണ് പറയുക, 26/11. അതിൽ പങ്കെടുത്ത ഈ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ ഹാൻഡ്ലർ ആയിരുന്നു സബിയുദ്ദീൻ അൻസാരി. അജ്മൽ കസബ് ഒരു ഇന്ത്യക്കാരൻ്റെ ഇൻവോൾവ്മെന്റ് പറഞ്ഞിരുന്നു. പേര് അജ്മൽ കസബിന്റെ മൊഴിയിൽ അബു ജുൻഡൽ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 6 വർഷമായി ഇയാൾ വിചാരണയില്ലാതെ തടവിൽ കിടക്കുന്നു, സബിയുദ്ദീൻ അൻസാരി. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി പോലീസ് ചില രേഖകൾ ഇയാളുമായി ബന്ധപ്പെട്ടത് കോൺഫിഡൻഷ്യലാണ്, ഹാജരാക്കാൻ പറ്റില്ല എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി പക്ഷെ അതിൽ നിർബന്ധം പിടിക്കുന്നു. ഇയാളെ സൗദിയിൽ നിന്ന് വിട്ടയച്ചത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള ചോദ്യം, അത് കോൺഫിഡൻഷ്യലാണെന്ന് പറയുന്നു. അപ്പോൾ 2012-ലെ ഈ സൗദിയിൽ നിന്നുള്ള യാത്രാരേഖകൾ, അതാണ് വിട്ടുകിട്ടുന്നതും കൊണ്ടുവരുന്നതുമായിട്ടുള്ള രേഖകൾ കൊടുക്കണം എന്ന് കോടതി പറഞ്ഞു. പറ്റില്ല എന്ന് ഡൽഹി പോലീസ് പറയുന്നു. അവ ഹാജരാക്കാനായിട്ട് സെഷൻസ് കോടതി ഉത്തരവിട്ടതാണ്. 2018 ഏപ്രിൽ ഒടുവിലാണ് ഇതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കലൊക്കെ അവസാനം നടന്നത്. 2018 ഏപ്രിൽ ഒടുവിൽ. പിന്നീട് അതുമായി ബന്ധപ്പെട്ടൊന്നും ഡെവലപ്മെൻറ്റ്സ് ഇല്ല. അപ്പോൾ ഈ സബിയുദ്ദീൻ അൻസാരി ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ മകനാണ്. 4 സഹോദരിമാരാണ് അയാൾക്കുള്ളത്. ഏക ആൺതരി കുടുംബത്തിലെ, കനൽത്തരി എന്നൊക്കെ പറയും അല്ലേ. ബീഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ മഹാരാഷ്ട്രയിലെ, ബീഡിലെ ഇന്ത്യ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇലക്ട്രീഷ്യൻ ട്രേഡ് പാസ്സായ ആളാണ്. അപ്പോൾ പാസ്സായി ഇലക്ട്രീഷ്യനായ ആളാണ്. ഔറംഗബാദിൽ അത് കഴിഞ്ഞ് ഗവൺമെൻറ് ഡിഗ്രി കോളേജിൽ പഠിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇലക്ട്രീഷ്യൻ ആയ ശേഷം ഡിഗ്രി പഠിക്കാൻ പോയി. ഡിഗ്രി പഠിക്കാൻ പോയപ്പോൾ ഇയാൾ സിമിയിൽ അംഗമായി. സിമി നിരോധിക്കപ്പെട്ടല്ലോ. പിന്നെ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ. ഇയാളുടെ സുഹൃത്ത് ഫയാസ് സുൽഫിക്കർ കഗാസിക്കൊപ്പം ഇയാൾ കറാച്ചിയിലേക്ക് പോയി.
കാഠ്മണ്ഡു വഴി. കറാച്ചിയിൽ പോയി. അത് 2005. 2005 കറാച്ചി പോയിട്ട് ലഷ്കർ എ തൈബയുടെ നേതാക്കളുമായിട്ട് ആ സുഹൃത്ത് വഴി ബന്ധപ്പെട്ടു. ഇന്ത്യയിൽ ലഷ്കർ കേഡറുകളെ ഉണ്ടാക്കിയെടുക്കണം എന്ന് അവിടുത്തെ മുതലാളിമാർ ഇയാളോട് പറഞ്ഞു. ഇവിടെ റിക്രൂട്ട്മെൻറ്റ് നടക്കണം ലഷ്കർ എ തൈബയിലേക്ക്. അപ്പോൾ മഹാരാഷ്ട്രയിൽ തന്നെ താരകേശ്വറിലെ ഭല ഇ ധര, അവിടെ മദ്രസയാണത്. ഭല ഇ ധര മദ്രസയിലെ അസ്ലാം സർദാന ആ ലഷ്കർ എ തൈബ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ഇത് ഗുജറാത്തിൽ 2002 നടന്ന കലാപത്തിന് പകരം വീട്ടുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അൻസാരിയുടെ ഔറംഗാബാദുകാരനാണ് അയാൾ എന്ന് പറഞ്ഞല്ലോ. ഔറംഗാബാദിലെ ഇയാളുടെ ഗാങ്ങിലെ ഫഹദ് ഹുസൈൻ എന്ന് പറഞ്ഞ ആൾ 2004 ഈ ഹിൽ കാക്കയിൽ കൊല്ലപ്പെട്ടു. ഹിൽ കാക്ക ഈ കശ്മീരിൽ തീവ്രവാദത്തിനൊക്കെ ഇയാളുടെ ഗാങ്ങിലെ ആളുകൾ പോകുമായിരുന്നു. പിന്നെ കോലാപൂരിലെ ഇർഫാൻ മൊയിനുദ്ദീൻ ഈ ഗാങ്ങിലെ തന്നെ മെമ്പർ, അയാൾ കശ്മീരിൽ 2006 കൊല്ലപ്പെട്ടു. പിന്നെ ലഷ്കർ ഇയാൾ ഈ മുംബൈ സ്ഫോടനത്തിന് വേണ്ടി 2008 പാകിസ്ഥാനിൽ നിന്ന് ലഷ്കർ എ തൈബ കൊടുത്തയച്ചത് 16 അസോൾട്ട് റൈഫിൾ, 4000 റൗണ്ട് വെടിയുണ്ട, പിന്നെ 43 കിലോ പ്ലാസ്റ്റിക് സ്ഫോടകം. ഇതെല്ലാം ഒരു കമ്പ്യൂട്ടർ കേസുകളിലായിട്ട് ഇത്രയും സാധനങ്ങൾ ഒന്നല്ല, കമ്പ്യൂട്ടർ ആണെന്നുള്ള വ്യാജേന ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. IBക്ക് പക്ഷെ വിവരം കിട്ടി. ആ വിവരം കിട്ടിയ പ്രകാരം 2006 മെയ് 9 ഇയാളെ പിടികൂടി. ഇയാളെ പിടികൂടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഫോടകങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് അയാളൊരു കാറിലാണ് ഈ സ്ഫോടകങ്ങൾ കൊണ്ടുവരുന്ന ട്രക്കിന് അകമ്പടി സേവിച്ചിരുന്നത്. ഇയാൾ കാറിൽ രക്ഷപ്പെട്ടിട്ട് കൊൽക്കത്തയ്ക്ക് ട്രെയിനിൽ പോയി. അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയി. ബംഗ്ലാദേശിൽ നിന്ന് വ്യാജ പാസ്പോർട്ടും പാകിസ്ഥാനിലേക്കുള്ള വിസയും കിട്ടി. അവരുടെ സ്ഥലങ്ങളാണല്ലോ, കിട്ടി. കറാച്ചിയിൽ പോയി. അത് കഴിഞ്ഞ് മുസാഫറാബാദിൽ മുസാഫറാബാദിൽ ലഷ്കർ ക്യാമ്പിൽ പോയി. ലഷ്കർ എ തൈബയുടെ ക്യാമ്പിൽ പോയി. അത് കഴിഞ്ഞ് ഈ 26/11 മുംബൈ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതിനു മുമ്പ് ഇയാൾ കറാച്ചിയിലെ തട്ട ലഷ്കർ എ തൈബ ക്യാമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അജ്മൽ കസബിൻ്റെ മൊഴിയിൽ ഒരു ഇന്ത്യക്കാരൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സബിയുദ്ദീൻ അൻസാരി എന്നല്ല അയാൾക്ക് വിവരം ഉണ്ടായിരുന്നത്. അത് പറയില്ലല്ലോ. പിടിച്ചു കഴിഞ്ഞാൽ മൊത്തം തത്ത അമ്മയെ പൂച്ച എന്ന് പറയാൻ പാടില്ല, വ്യാജ പേരായിരിക്കും പറയുന്നത്. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ വേറെ പേരിലല്ലേ നടന്നിരുന്നത്. EK നായർ കേരള കൗമുദിയിൽ ജോലി ചെയ്യുമ്പോൾ സുകുമാരൻ എന്നായിരുന്നു പേര്. മറ്റേ സ്ഥാപകന്റെ പേരും അത് തന്നെ, വേറൊരു. അതെ. അപ്പോൾ ഈ അജ്മൽ കസബ് പറഞ്ഞത് അബു ജുൻഡിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ അത് സബിയുദ്ദീൻ അൻസാരി എന്ന് കണ്ടെത്തിയിരുന്നു. എന്നിട്ട് IB അൻസാരിയെ സൗദിയിൽ ലൊക്കേറ്റ് ചെയ്തു. സൗദിയിലെ ചാരസംഘടന, സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചാരസംഘടന റിസാത്ത് അൽ ഇസ്തിഖാബാരത് അൽ അമ ഇയാളെ ഇങ്ങോട്ട് വിട്ടുകിട്ടണം എന്ന് പറഞ്ഞപ്പോൾ തെളിവ് ചോദിച്ചു. അപ്പോൾ ഇയാളുടെ പാസ്പോർട്ടിൽ റിയാസത്ത് അലി എന്നായിരുന്നു ഇയാളുടെ പേര്, സബിയുദ്ദീൻ അൻസാരി അല്ല. ഇയാൾ അവിടെ ജീവിക്കുന്നത് റിയാസത്ത് അലി ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇയാൾ നിങ്ങൾ പറയുന്ന സബിയുദ്ദീൻ അൻസാരിയാണ്, ഇയാൾ മുംബൈ സ്ഫോടനത്തിൽ പങ്കുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട് എന്ന് സൗദി ചാരസംഘടന ചോദിച്ചു. അപ്പോൾ ഒരു DNA ടെസ്റ്റ് നടത്തണം, അതിന് രക്തസാമ്പിൾ വേണം. ഈ സബിയുദ്ദീൻ അൻസാരിയുടെ ഔറംഗാബാദിലെ മാതാപിതാക്കൾ രക്തം കൊടുക്കാൻ വിസമ്മതിച്ചു. പിടിക്കപ്പെടുമല്ലോ. അപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സംഭവം ഒരു കുടുംബ തർക്കം ഉണ്ടായിരുന്നു. ആ കുടുംബ തർക്കത്തിൽ ഒരു ബന്ധു ഈ അൻസാരിയുടെ ബാപ്പയെ കത്തുകൊണ്ട് കുത്തി. ഈ കത്തി കിട്ടിയല്ലോ പോലീസിന്. ഈ കത്തിയിലെ ചോര അത് സൗദിക്ക് അയച്ചു കൊടുത്തു. അതിൽ നിന്നാണ്
ഇയാള് സബിയുദ്ദീൻ അൻസാരി ഔറംഗാബാദുകാരനാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച രേഖകൾ മനസ്സിലായില്ലേ? അതാണ് കോടതി ചോദിക്കുന്നത്. പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന റാണയുടെ വിചാരണ നടപടികൾ പോലും ആരംഭിച്ചാലും അല്ലെങ്കിൽ ഇയാളെ ശിക്ഷിക്കപ്പെട്ടാൽ പോലും ഇയാളെ ഇനി വിചാരണയ്ക്ക് പോലും കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഞാനീ പറഞ്ഞ ഈ കുടുംബത്തർക്കം, കത്തിയിലെ ചോര, ഇതൊക്കെ അത്യാവശ്യം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരമാണ്. പക്ഷെ അത് രേഖകളിൽ കാണുമല്ലോ. അതെ, അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. സബിയുദ്ദീൻ അൻസാരിക്ക് ചിലപ്പോൾ രക്ഷപ്പെടാം അല്ലേ, അതെ, എന്നുള്ള നിലയൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ വിചാരണ നേരിടാതെ 6 കൊല്ലമായിട്ട് ഇയാള് മുംബൈയിൽ ജയിലിൽ കിടക്കുന്നത്. പക്ഷെ ഈ അജ്മൽ കസബ് അന്നും പറയുകയും ചെയ്തിരുന്നല്ലോ ഒരു ഇന്ത്യൻ പറഞ്ഞിരുന്നു. അയാൾ പറഞ്ഞത് കൊണ്ട് അത് ഇയാളാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലീസുകാർക്ക് പറ്റിയിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.